ഒരിക്കൽ യേശു കർത്താവ് നടന്നുപോയപ്പോൾ യേശു കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. അപ്പോസ്തലനായ പത്രോസിന്റെ നിഴലടിച്ചവർ സൗഖ്യം പ്രാപിച്ചു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ റൂമാൽ കൊണ്ടിട്ട വ്യക്തിയുടെ മേൽ സൗഖ്യം വ്യാപരിച്ചു. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണോ? പത്രോസിന്റെ നിഴലിന്റെ പ്രത്യേകതയാണോ? പൗലോസിന്റെ റൂമാലിന്റെ പ്രത്യേകതയാണോ? ഒന്നുമല്ല. അവർ വിശ്വസിച്ചിരുന്ന, അവരിൽ വ്യാപരിച്ചിരുന്ന ദൈവാത്മാവിന്റെ ശക്തിയാണ് ഈ വ്യക്തികളുടെ ജീവിതത്തിന്മേലൊക്കെ വ്യത്യാസം വരുവാൻ കാരണമായി തീർന്നു. ഈ രോഗമായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ശക്തി ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ട് അവിടെ മേൽ പകർന്നു. ദൈവത്തിൽ നിന്ന്, യേശു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടാണ് ആ വ്യക്തിയുടെ മേൽ സൗഖ്യം വ്യാപരിക്കുവാൻ ഇടയായിത്തീർന്നത്. വസ്ത്രത്തിന്റെ പ്രത്യേകതയല്ല, ഇവരാരെ വിശ്വസിച്ചിരുന്നോ, ഇവരാരോട് പറ്റിയിരുന്നോ, അവരുടെ ഹൃദയത്തിന്റെ മേൽ, അവരുടെ ജീവിതത്തിന് മേൽ വ്യാപരിച്ചിരുന്ന ശക്തിയുടെ ആ വലിപ്പം ഏതാണോ അതനുസരിച്ചായിരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരോട് പറ്റിച്ചേർന്നിരിക്കുന്നോ അവരിൽ നിന്ന് ഒരു ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കും. ദൈവത്തിന്റെ ദാസനായ മോശ സീനായി മലയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ തേജസ് മോശയിൽ നിറഞ്ഞിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്നൊരു തേജസ്, ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. നമ്മൾ ലോകത്തോടാണോ പറ്റിയിരിക്കുന്നത്? ലോകത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. ലോകത്തിന്റെ ശക്തി നമ്മളെ പാപത്തിലേക്കും നിത്യ നരകത്തിലേക്കും കൊണ്ടിടുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മളെ സൗഖ്യത്തിലേക്കും നിത്യ തേജസ്സിലേക്കും നടത്തും. ഈ പകൽക്കാലം കർത്താവിനോട് പറ്റിച്ചേർന്ന് ആ തേജസ് പ്രാപിക്കുവാൻ, നിത്യ സൗഖ്യം പ്രാപിക്കാൻ, പാപത്തിൽ നിന്നുള്ള സൗഖ്യം പ്രാപിക്കുവാൻ, ലോകത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. God bless you all. Amen.